ബീഡിയും പാൻപരാഗും മാത്രമല്ല, കാലാവധി കഴിഞ്ഞ മീൻവര വിറ്റ് കാശാക്കി വിജയകുമാർ. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ കൂടെ ജോലി ചെയ്ത ജോർജ് എന്ന മുൻ ജീവനക്കാരന്റെ അനുഭവം ഇന്നലെ i2i ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഇത് കണ്ട ജോർജിനൊപ്പം വിജയകുമാറിന്റെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ച രണ്ടുപേർ കൂടി ഞങ്ങളുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സെയിൽസ്മാനായിരുന്ന മുഹമ്മദ് അലി, അക്കൗണ്ടൻ്റായിരുന്ന ഷർഫുദ്ദീൻ എന്നിവരാണ് എന്നെ വിളിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. വിജയകുമാറിന് വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു എങ്കിലും എന്ത് ബിസിനസ്സായിരുന്നു എന്ന് ആരും പറഞ്ഞിരുന്നില്ല. 27 വർഷങ്ങൾക്ക് മുമ്പ് വിജയകുമാറിനോടൊപ്പം ജോലി ചെയ്ത മുഹമ്മദ് അലിയുടെയും ഷർഫുദ്ദീൻ്റെയും ആ വാക്കുകൾ കേൾക്കുക. എന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. ജോർജിന്റെ ഒക്കെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. ജോർജ് കൂത്താട്ടുകുളമാണ്, എറണാകുളം ജില്ല. ഞാനും എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. ഞാൻ ഇപ്പൊ മിനിഞ്ഞാന്ന് വിജയകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു, കോട്ടയത്ത് വന്നിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ പുള്ളി ആളൊരു പിഷ്കനാണ് ആള്. ഈ പൈസ ഒക്കെ ഒന്നും വിട്ടു കൊടുക്കൂല. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് യാതിലൊരു ഞാനവിടെ സെയിൽസ്മാനായിരുന്നു, വാൻ സെയിൽസ്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഇന്ത്യൻ, ഫിലിപ്പൈൻ, തായ്ലാന്റ്, പാകിസ്ഥാൻ, ശ്രീലങ്കൻ ഫുഡ് സ്റ്റഫ്, ഇന്ത്യൻ പലചരക്ക് മൊത്ത വ്യാപാരം എന്നാണ് ബോർഡ് വെച്ചേക്കണം അവിടെ. ദമാമില് അവിടെ ഈ തലവെട്ടണ പള്ളിയുണ്ട്, വലിയ പള്ളി. ആ പള്ളിയുടെ 3ാമത്തെ ഷോപ്പാണിത്. എനിക്ക് അദ്ദേഹത്തിനെ പരിചയമുള്ളത് 94 മുതലാണ്. ഞാനൊക്കെ പോയത് 94 ബാച്ചിലാണ്. അതായത് ജോർജും ഒക്കെ ഞങ്ങളുടെ ബാച്ചാണെങ്കിലും എന്നെക്കാൾ ഒരു വർഷം മുമ്പ് ജോർജ് അവിടെ എത്തിയായിരുന്നു. ഞങ്ങളെ ഒരു 5-8 സെയിൽസ്മാൻമാരെ ഇവിടെ വന്ന് ഇയാള് ബാലൻ അസോസിയേറ്റിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പൊ ഷറഫ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ഒരു അക്കൗണ്ടന്റ് ഉണ്ടായി. പിന്നെ എന്റെ ചേട്ടന്റെ മകൻ ഒരു നാസർ ഉണ്ടായി, അവനും കൊല്ലത്തുള്ള ഒരു രാജേഷ് ഉണ്ട്. അവർ രണ്ടാളും സ്റ്റോറിലായിരുന്നു. അപ്പോ റിയാദിൽ പിന്നെ 97 ഒരു ഷോപ്പ് എടുത്തായിരുന്നു. അങ്ങനെ എടുത്ത് അവിടെ എന്നെയും അദ്ദേഹത്തിന്റെ അളിയനായ ഈ ജയൻ എന്ന് പറഞ്ഞ ഒരു മദ്രാസി ഉണ്ട്, അവനെയും കൂടി എന്നെയും പിന്നെ ഏറ്റുമാനൂരുള്ള ഒരു ബാബുച്ചേട്ടൻ ഉണ്ട്. അത് ഇവരുടെ എന്തോ ഒരു റിലേറ്റീവ്സ് എന്തോ ആണെന്നാണ് അന്നാളിൽ എന്നോട് പറഞ്ഞു ബാബുച്ചേട്ടൻ. ആ ബാബുച്ചേട്ടൻ അവിടെ ഷോപ്പില് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ആളും, ജയൻ അവിടുത്തെ മാനേജറും, ഞാൻ അവിടുത്തെ കാഷ്യറുമായിട്ട് അങ്ങനെ കുറച്ചാൾ നിന്നിട്ട് വലിയ മെച്ചത്തിലൊന്നും ആയില്ല അത്. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ പൂരം ചെയ്ത് എനിക്കാണ് ഈ വെള്ളിയാഴ്ച അവധി തരാന്ന് പറഞ്ഞിട്ട് അതും തന്നൂല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഫുൾ ടൈം ഇങ്ങനെ 24 രാവിലെ 6 മണിക്ക് കട തുറന്നാൽ രാത്രി 12 മണിക്ക് കട അടക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ വെള്ളിയാഴ്ച ആഴ്ചയിൽ പോലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ അങ്ങനെ വാഷ് ചെയ്യും. അതുപോലെ നോമ്പോ പെരുന്നാളോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്ന ഇയാള് സ്വാഭാവികമായിട്ട് ഒരു ബോണസോ ഇതൊക്കെ കൊടുക്കണമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും കൊടുക്കൂല പുള്ളി. എനിക്ക് മാത്രമാണ് പുള്ളി ബോംബെ കൊച്ചി ടിക്കറ്റ് തന്നുള്ളൂ. ഞാനന്ന് നേവൽ ബേസിന്റെ എയർപോർട്ടാണ് അന്നുള്ളത്. കൊച്ചി നെടുമ്പാശ്ശേരി ആയിട്ടില്ല ഞാൻ പോരുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് എന്നെ കുറച്ച് പേടിയുണ്ട്, കാരണം ഞാൻ ഈ മതപരമായ രീതിയിൽ ഇസ്ലാമിക നിയമവും പഠിച്ച ആളും. അപ്പൊ അവിടെ വിൽക്കാൻ പാടില്ലാത്ത കുറെ ഈ അതിനെ അറബിയിൽ മംനൂ ഹാജ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഗുഡ്സ്. അതായത് ഈ പാൻപരാഗ്, തമ്പാക്കു, ഫീസ് നമ്പർ, ബീഡി, ഇതും പിന്നെ ഈ വെള്ളവും വിറ്റാണ് ഇയാൾ ഈ 90-ൽ ഇറാഖ് കുവൈറ്റിനെ പിടിച്ച സമയത്ത് നമ്മുടെ അമേരിക്കൻ മിലിറ്ററി അവിടെ വന്ന് പഠിച്ചപ്പോൾ അവർക്ക് കൊടുത്ത് വായിൽ തോന്നിയ വില. സൗദിയുടെ പൈസയാണല്ലോ അമേരിക്കൻ മിലിറ്ററി അവിടെ കഴിക്കണേ. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്ന വിലക്ക് വാങ്ങിച്ചുകൊണ്ടു. അങ്ങനെയാണ് ഇയാൾ പൈസ ആയത്. അതായത് ഈ ഉണക്ക മത്തി തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ ഈ പാക്ക് ചെയ്ത മത്തികൾ, ഉണക്ക മത്തിയുണ്ട്, ഈ മറ്റേ അയലയുണ്ട്, ഈ മാക്രേല്, പിന്നെ സാർഡീൻ, അങ്ങനെ ആ 2 സാധനം കൊണ്ടുവരും. അപ്പൊ അത് ഡേറ്റ് എക്സ്പയർ ആയാല് സാധാരണ ഇത് കൊണ്ടുപോയി അവിടുത്തെ ഭാഷ പറഞ്ഞ ബലദീയയിൽ കളയണം. അതായത് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റിൽ തട്ടണം, ഡംപ് ചെയ്യണം. അതാണ് നിയമം. അദ്ദേഹം ഈ ഗോപിയും ബാബുവിനെ മോളിൽ കെട്ടിയിട്ട് മോളിയിൽ ഒരു രഹസ്യ അറയുണ്ട്, അതിലെടുത്തിട്ട് പുതിയ പാക്കിലാക്കിയിട്ട് രണ്ടാമത് റീസെയിൽ ചെയ്യും. ഒരു ദിവസം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിനെ എതിർത്ത്. പറഞ്ഞ ഈ നാട്ടിലൊരു നിയമമുണ്ട്, നിയമം വിട്ട് കളിക്കാൻ പാടില്ല, ഇവിടെ വന്നാൽ അകത്ത് പോവും എന്നൊക്കെ പറയാം. അപ്പൊ അതേറെ പുള്ളിക്ക് എന്നെ പേടിയുമാണ്. അത് ആള് നല്ല 5-6 അടി പൊക്കവും ആയിട്ടും. ഇദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്യായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തിട്ടാണ് സൗദി അറേബ്യയിൽ വന്നത്. അപ്പൊ മിക്കവാറും ഒരു 35-36 വയസ്സിലായിരിക്കണം പുള്ളി സൗദി അറേബ്യയിൽ എത്തിയത്. പിന്നെ ചാനലുകാരൊക്കെ 64 വയസ്സെന്ന് പറഞ്ഞു. 64 വയസ്സല്ല പുള്ളിക്ക്. പുള്ളി കാരണം ഞാൻ അവിടുന്ന് പുള്ളിയുടെ അടുത്ത് പോന്നിട്ട് തന്നെ ഏകദേശം 98-ൽ പോന്നതാണ്. അപ്പൊ 27 വർഷമായി. ആ കാലത്ത് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു 40-45 അടുത്തൊക്കെ പ്രായമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ ഒരു 70-നും 75-നും ഉള്ളിൽ പ്രായം കാണണം. പുള്ളിയുടെ വൈഫ് അവിടെ ദമാമ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അപ്പൊ ഈ പയ്യൻ തന്നെ ഇപ്പൊ മരിച്ചത് ഇന്നലെ പേപ്പറിൽ ഞാനൊക്കെ കണ്ടത് 28 വയസ്സുണ്ടെന്നാണ്. പയ്യൻ മരിച്ചിട്ട് ഇപ്പൊ 8 വർഷമായല്ലോ, 2017 മരിച്ച.
ഒരു മകനും ഒരു മകളും. അപ്പൊ മകൾ അമേരിക്കയിലാണ്. അപ്പൊ അവര് വന്നിട്ട് അപ്പൊ ഞാന് അവിടെ കുറെ അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോ ഇയാള് നാട്ടുകാരായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. 10-25 വർഷമായി ഇവിടെ താമസമാക്കിയിട്ട്. രാവിലെ കാറെടുത്ത് പോണാണ്, ചിലപ്പോ ഉച്ചക്ക് വന്ന് കയറണാണ്. 10-15 ക്യാമറകളും പട്ടികളും ഒക്കെ അവിടെ ഉണ്ട്. അതിനെല്ലാം ഈ അവഗണിച്ചുകൊണ്ടാണല്ലോ ഇവൻ കയറിയിട്ട് കൊന്നു കളഞ്ഞെന്നൊന്ന് ആലോചിച്ചു. ഇയാള് ശരിക്കും എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നാണ്. അപ്പൊ ഇയാൾക്ക് ഒരു പിസ്റ്റളോ റിവോൾവറോ ഒക്കെ സൂക്ഷിക്കാനോ അതിനുള്ള ലൈസൻസോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇത്തരം കോടീശ്വരനാണല്ലോ. ഞാനിപ്പോ അറിഞ്ഞതിൽ കൂടുതൽ കോടീശ്വരനാണ് പുള്ളി. ഞാനിപ്പോ ഈ വാർത്തയും ഇതൊക്കെ കേട്ടപ്പോഴാണ് പുള്ളിക്ക് ഇവിടെ ഇൻഫോ പാർക്കിൽ ഞങ്ങളുടെ കൊച്ചിയിൽ ഇവിടെ ബിൽഡിംഗ് ഉണ്ട്, പിന്നെ അവിടെ മൈസൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലൊക്കെ. പുള്ളി ഒരു സായിബാബയുടെ ഭക്തനാണ് ആള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആള്. സൈലന്റ് മാനുമാണ്, എന്നാൽ നല്ല ജോർജ് പറഞ്ഞ നല്ല ബുദ്ധിമാനുമാണ്. പിന്നെ പൈസ ഒന്നും തരാനായിട്ട് അപ്പൊ എനിക്കും തോന്നിയത് അവിടെ വന്നപ്പോ ഇത്രയൊക്കെ ഉണ്ടായിട്ട് മകൻ പോയി, ഇപ്പൊ രണ്ടാളും പോയി. അതിൽ അങ്ങേറ്റത്തെ ദുഃഖം നമുക്കുണ്ടെങ്കിൽ പോലും ഇതിലൊരു ശാപത്തിന്റെ ഒരു പങ്കും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ ആൾക്കാരോട് ഒരാളും അവിടെ വെച്ച് മരിച്ചു, ഒരു സെയിൽസ്മാൻ. എന്നിട്ട് ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടുകാരനാണ്, ഈ ജോർജിന്റെ കൂടെ സെയിൽസ് ചെയ്യണവനാണ്. അവനവിടെ ഒരു സൗദി പയ്യൻ വന്ന് ഇടിച്ചിട്ട് അവിടെ വെച്ച് മരിച്ചുപോയി ആള്. അപ്പൊ ഈ പുള്ളി അത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 5 ലക്ഷം റിയാലെങ്കിലും അവരുടെ കുടുംബത്തിന് കിട്ടിയത്. ഒരു പൈസയും കിട്ടിയില്ല. ജോർജും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ജോർജ് നല്ല സെയിൽസ്മാനായിരുന്നു. അവന് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം ഓണക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അതിനുശേഷം ഞാനിപ്പോ ഈ ജോർജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2000-ലോ 2002-ലാണ് അദ്ദേഹം ആ തൃശ്ശൂരുള്ള ഗോപിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഗോപി പുള്ളിയുടെ ആളായിരുന്നു, ചംച്ച. അതായത് പുള്ളിയുടെ ഒരു ഇടം കൈയും വലം കൈയായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലെ ജോലിക്കാരനും ഒക്കെ കൂടിയായിരുന്നു പുള്ളി. അപ്പൊ അവൻ അധികം പ്രായമില്ല, ഞങ്ങളെയൊക്കെ ഇളയതാണ്. അവനെ ഏൽപ്പിച്ചിട്ട് 2000-ലോ 2002-ലോ പുള്ളി പോകുന്നു. പിന്നെ ബഹ്റൈനിൽ പോയെന്ന് പറഞ്ഞു. ബഹ്റൈനിൽ പോയിട്ട് അങ്ങനെ അത് സുഖമായില്ല, ക്ലച്ച് പിടിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല പുള്ളി നാട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ ഈ വാർത്ത വന്നപ്പോ ഞാൻ വാർത്തയിൽ കേട്ട് ഇങ്ങനെ കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇന്ദ്രപ്രസ്ഥം അന്ന് തുടങ്ങും, ഹോട്ടലും ഒക്കെ തുടങ്ങണം, ഓഡിറ്റോറിയം തുടങ്ങണം എന്നൊക്കെ പുള്ളി ഇങ്ങനെ രഹസ്യമായിട്ട് ഇഷ്ടമുള്ളവരോട് പറയും. ഞാനാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ബിസിനസ് ചെയ്ത പൈസയൊക്കെ കൊണ്ടുവന്ന് പുള്ളീനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. 8 സെയിൽസ്മാൻമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. എനിക്ക് 3000 റിയാല് മാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് 1000 റിയാൽ കിട്ടി എനിക്ക്. പുള്ളിക്ക് ഒരു മാസം ഞങ്ങൾ 20,000 റിയാൽ സമ്പാദിച്ച് ഓരോ സെയിൽസ്മാൻമാർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീതം 1000-2000 റിയാലിങ്ങനെ ഞങ്ങൾക്ക് തരണ്ടേ? അപ്പൊ അതൊന്നും തരില്ല. ഈ അന്ന് അവിടെ ഉള്ളത് ഈസ്റ്റേൺ കറി പൗഡറുകളും പിന്നെ ഈ അങ്കമാലിലുള്ള വർഗീസ് മൂലൻ ഗ്രൂപ്പിന്റെ സ്പൈസസ്, പിന്നെ ഈസ്റ്റേന്റെ, പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രശാന്തി പിക്കിള്, പ്രശാന്തി എന്നാണ് ഇദ്ദേഹം ഇതിന്റെ നെയിം കൊടുത്തിരിക്കുന്നത്. പ്രശാന്തി പിക്കിള്, പിന്നെ മെഹറാൻ പിക്കിള്, അത് പാകിസ്ഥാന്റെയാണ്. അങ്ങനെയുള്ള ഈ എന്നിട്ട് അയാള് കേരളത്തിൽ ചെയ്ത ഈ കൂലിച്ചെലവ് കൂടുതലായതുകൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഈ ഏറ്റവും ശാത്തം ക്വാളിറ്റി എന്ന് പറയും ആ ടൈപ്പ് പാക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മുടെ ഐറ്റംസ് വയ്ക്കാൻ പോകുമ്പോൾ അവിടെ ഈസ്റ്റേന്റെയും അതുപോലെ ഈ മൂലന്റെ ഒക്കെ നല്ല പാക്കിൽ, അട്രാക്റ്റീവ് പാക്കിൽ ഓരോ സാധനങ്ങൾ ഇരിക്കണ്ട. അപ്പൊ ഞാൻ സൗദി അറേബ്യ ആകെ കറങ്ങി സെയിൽസ് ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ ഒരു ട്രിപ്പ് ദമാമിന്ന് പോയ 9 ദിവസം കഴിഞ്ഞ തിരിച്ച് ദമാമിലെത്തണം. അതിന്റെ ഇടയ്ക്ക് പോകുമ്പോൾ വണ്ടിയുടെ ടയർ പൊട്ടിയിട്ടുണ്ട് 2 തവണ. അപ്പൊ അങ്ങനെയൊക്കെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആകാം. അപ്പൊ ഇദ്ദേഹം ആ സാലറി, ജോർജ് പറഞ്ഞുള്ള ആ സാലറി ഇല്ലാതെ വേറെ ഒന്നും നമുക്ക് തരില്ല. അപ്പൊ ഞാൻ പോരുമ്പോ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ 10,000-20,000 റിയാല് അദ്ദേഹം കമ്മീഷൻ എനിക്ക് തരണം. പക്ഷെ പുള്ളി പറഞ്ഞേ അതില് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എന്റെ റൂട്ട് വേറെ ഒരു കോഴിക്കോടുള്ള കോയാന്ന് പറഞ്ഞ ആളുണ്ട്, അയാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ ഏറ്റെടുത്തപ്പോ അയാൾ കളക്ട് ചെയ്ത് കൊടുത്തോളും. ഞാൻ പിന്നെ റിയാദിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് പൈസ ഒന്നും തന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലുള്ള ഈ ജീവനക്കാരിൽ നിന്ന് തന്നെ ഒരു സംതൃപ്തി. ഇപ്പൊ ഷറഫിന് 1,200 റിയാൽ കൊടുത്തിട്ടുണ്ട്. അവൻ അവിടുത്തെ അക്കൗണ്ടന്റ്, അവൻ എംകോംകാരനാണ്. കൊല്ലം മയത്തിലാണ് അവന്റെ വീട്. അമിത് ഉറാങ് എന്ന് പറയുന്ന ആസാമി ഏറ്റിട്ടുണ്ടല്ലോ, അവനാണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ അവനെ കൂടെ ചെയ്തതാണോ എന്നും അറിയില്ല. അപ്പൊ ഇതിനു മുമ്പ് അവൻ അവിടെ വന്ന് ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തെന്നാണല്ലോ അന്ന് ഇപ്പൊ പത്ര റിപ്പോർട്ടൊക്കെ ഉള്ളത്. ഞാൻ ഇപ്പൊ സാറിന്റെ 2-3 ദിവസമായിട്ട് ന്യൂസ് ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞത് ഞാൻ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ കൊടുക്കും കോട്ടയത്ത്, അല്ലെങ്കിൽ ഹോട്ടലിനാണ് അന്നാളിൽ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ എത്രയോ വർഷമായി, 10-27 വർഷം മുമ്പാണ് ഈ കഥ പറഞ്ഞത്. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ എന്റെ ചേട്ടന്റെ മകൻ ഇവിടെ, അവൻ ഡ്രൈവറാണ്, വണ്ടി ഓട്ടം പോയപ്പോ കോട്ടയത്ത് കണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അവനവിടെ സ്റ്റോറിലൊക്കെ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞു പോലെ അവനൊരു 4 വർഷം നിന്ന്, ജോർജും 4.5 വർഷം നിന്ന്, ഞങ്ങളും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഒരു 3-4 വർഷമൊക്കെ നിന്ന്. ഞാൻ അപ്പൊ അതിന് മുമ്പ് 2 പ്രാവശ്യം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളാണ്.
ഞാൻ പെട്രോൾ പമ്പ്, കോൾഡ് സ്റ്റോറേജ്, സ്പെയർ പാർട്സിലൊക്കെ നിന്ന് 3-ാം പ്രാവശ്യമാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നത്. പിന്നെ 4-ാമത് ഞാൻ അവിടെ വന്നിട്ട് പിന്നെ കുവൈറ്റിലാണ് പോയത്. ഇവിടെ നാട്ടിലെത്തിയിട്ട് കുവൈറ്റ് ഓയിൽ കമ്പനി പോയി. തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഒരു 23 വർഷം മുമ്പ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക്ക് എന്ന് പറയും, അതിലേക്ക് എന്നെ വിളിച്ച്. ഞാൻ പോയില്ല. എന്റെ ഒരു വാപ്പാടെ അനുജന്റെ മകനെ വിട്ട് 23 വർഷമായിട്ട് ഞാനിവിടെ നാട്ടിൽ ഒരു ചെറിയ റിയൽ എസ്റ്റേറ്റും ലോഡ്ജും ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന ആളാണ്. അപ്പോൾ 10-23 വർഷമായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. അന്നേരം ഇതിനിടയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഇദ്ദേഹം ഇവിടെ നാട്ടിലുണ്ടെന്നും? ഇല്ല, അറിഞ്ഞു പണ്ടേ പോയേനെ. പോയി വേറെ വഴക്കോ കാര്യങ്ങളൊന്നുമില്ല. സുഹൃതം പുതുക്കി പോന്നേനെ ഞാൻ. അപ്പൊ പുള്ളിക്ക് തന്നെ ഭയങ്കര ഇഷ്ടവുമാണ്. ഞാൻ ഒരു ഇസ്ലാമിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടേ പൈസയൊന്നും തിരിമറി ചെയ്യൂല. കറക്റ്റാണ്. മറ്റു സെയിൽസ്മാൻമാരൊക്കെ എന്ന് വെച്ചാൽ ഒരു 5000-10,000 റിയാൽ ഇപ്പൊ ഇന്ന് കളക്ഷൻ കിട്ടിയ 5000 റിയാലും വീട്ടിലേക്ക് ചവിട്ടുവരും. അന്നൊക്കെ ഈ കുഴൽപ്പണമെന്നും പറഞ്ഞിട്ട് ഉണ്ടി വഴിയൊക്കെ അയക്കുമായിരുന്നു. അതിനൊക്കെ ഗൾഫിലുള്ള മലബാറുകാർക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ പിന്നെ ഈ തെക്കൻ ജില്ല, എറണാകുളം ജില്ലക്കാരായതുകൊണ്ട് ഇവിടെ അധികം ഗൾഫുകാരൊന്നും ഇല്ലോ. ബിസിനസ്സുകാരും ഈ കമ്പനി ജോലിക്കാരും ഒക്കെയാണല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഇവിടെ ഒരു മാസം കഴിഞ്ഞ് കമ്പനിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതി. ഈ ഷറഫാണ് അക്കൗണ്ടന്റ്. ആ ഷറഫിനെ ഏൽപ്പിച്ച് ബില്ല് വാങ്ങിയാൽ മതി. നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഇന്ന റൂട്ടിൽ പോകുന്ന സെയിൽസ്മാനായ മുഹമ്മദ് അലി, എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. മുഹമ്മദ് അലിയുടെ എത്ര, ജോർജിന്റെ എത്ര, അല്ലെങ്കിൽ മറ്റേ വേറെ കോയാടെ എത്ര, അല്ലെങ്കിൽ ഒരു ഇക്ബാലുണ്ട് പാലക്കാട്ടുകാരൻ, അവന്റെ എത്ര. അപ്പൊ ഓരോരുത്തരും ഓരോ റൂട്ടിലാണ് സൗദിയിലെ. അപ്പൊ ആ സെയിൽസ്മാന്റെ എത്ര എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടന്റും ഔട്ട്സ്റ്റാൻഡിങ്ങും ഒക്കെ അവിടെ എഴുതി വെക്കും. മാസത്തിൽ കറക്റ്റ് സാലറി തരും. അതിപ്പോ 1000 റിയാലുള്ളവരുണ്ട്, 1500. കോയാക്കൊക്കെ 1500 റിയാലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവന് ഷറഫിനൊക്കെ 1200. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഒരു സന്തോഷം എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ചവരല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ള കണക്ഷനുള്ള ആൾക്കാർ ഞാൻ ഈ പോകുന്ന റൂട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ റൂമിലൊക്കെ ഒന്ന് കയറി വിശേഷമൊക്കെ പറഞ്ഞ്, അപ്പൊ അതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു 2 ട്രിപ്പ് അടിച്ചു വരുമ്പോഴേക്കും ഒരു മാസം സാലറി വാങ്ങാൻ സമയം. അങ്ങനെയായിരുന്നു ഞാനൊക്കെ. അപ്പൊ പുള്ളിക്ക് അത് ശരിക്കും തന്നെ പുള്ളിക്ക് 70 വയസ്സിന്റെ മുകളിൽ എന്തായാലും ഉണ്ട്. 66 പേപ്പറിലും ഈ ന്യൂസിലും ഒക്കെ വായിച്ചത്. ഭാര്യക്ക് 60 പുള്ളിക്ക് 66 കണ്ട പോരെ. എനിക്ക് തന്നെ ഇപ്പൊ 60ആയി. അപ്പൊ പുള്ളി എന്നെക്കാളും ഒരു 10-12 വയസ്സിന് 13 വയസ്സിനൊക്കെ മൂത്താണ്. 10-70 മുകളിൽ പ്രായം എന്തായാലും അയാൾക്കുണ്ട്. എന്തായാലും പിന്നെ അങ്ങനത്തെ കറപ്ഷനുള്ള ഒരാളും അല്ല ഇയാൾ. ഈ ബിനാമിയായിട്ട് നിൽക്കൂല. ഇദ്ദേഹത്തിന് 1 കോടി രൂപയുടെ വസ്തു ഒരു 50 ലക്ഷത്തിന് കിട്ടുമെന്ന് കണ്ടാൽ ഇയാൾ ചാടി വാങ്ങും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ലാതെ ഇയാൾ പിന്നെ അതിനുശേഷം പിന്നെ ഇവിടെ വന്നിട്ട് വല്ല ബിനാമി ആരെങ്കിലും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ടോന്ന് അതും അറിയില്ല. ഇപ്പൊ പണത്തെ എന്തായാലും പൈസ മോഹിയാണ് ആള്. ഞങ്ങളുടെ അറബിയാണെങ്കിലും ഒരു പാവണം. ഈ വിജയൻ ചേട്ടനും ഞാനും അറബിയൊക്കെ കൂടി ഇരിക്കുന്ന ഫോട്ടോ എൻ്റെ അതിലുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് പ്രതിനെ അവിടെ കൊണ്ടുവന്നു. അപ്പൊ എല്ലാ ചാനലുകാരും ഉണ്ടായി റിപ്പോർട്ട്. നിങ്ങളുടെ അല്ലാതെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ നല്ലൊരു റീച്ചുള്ള നല്ലൊരു വാർത്താ അവതരണവും ഒക്കെയാണ്. അതിപ്പോ ഞാനപ്പോ അത് കൂടുതൽ ശ്രദ്ധിച്ചത് ഈ വിജയകുമാറിന്റെ ഒരു മുൻ ജീവനക്കാരന്റെ വിശദീകരണം കേൾക്കാന്ന് പറഞ്ഞപ്പോൾ ജോർജ് എന്ന് പറഞ്ഞപ്പോ ജോർജ് നമ്മുടെ ആളാണല്ലോ. ഞങ്ങള് തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുക. എനിക്ക് തോന്നുന്നു i2 ന്യൂസ് നൽകിയ ഈ വാർത്തയിലൂടെ നിങ്ങളുടെ പഴയ 10-27 വർഷത്തിന് മുമ്പുള്ള ആ സൗഹൃദം വീണ്ടും പുതുക്കാനുള്ള ഒരു അവസരം കൂടെ. കാരണം ആദ്യമേ ജോർജ് വിളിച്ചു, ഇന്നലെ ഷറഫുദ്ദീൻ വിളിക്കുന്നു. അതെ. അപ്പൊ എന്തായാലും വിജയകുമാറിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നു. അപ്പൊ അതിനു മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പും ഞാൻ കോട്ടയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലോ എവിടെയാണെന്ന് അറിയില്ല ബോഡി എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് അറിയില്ലാതെ ഞാൻ എവിടെയെന്ന് അന്വേഷിച്ചിട്ടാ പോകണം. അത് ഞാൻ തിരിച്ചു പോകുന്നു. പിന്നെ ജയൻ നമ്മുടെ സുഹൃത്താണ്. ജയൻ ഇദ്ദേഹത്തിന്റെ അളിയൻ, ഭാര്യ സഹോദരൻ. അവൻ നല്ല ക്വാളിഫൈഡ് ആണ് ആള്. അദ്ദേഹം തമിഴും ഇംഗ്ലീഷും മാത്രമേ പറയുള്ളൂ. അപ്പോ അദ്ദേഹം റിയാദിൽ ഷോപ്പില് ഞങ്ങളുടെ ചാർജൻ്റായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടുത്തെ കാഷ്യർ ഞാൻ, ബാബുചേട്ടൻ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ 3 ആളെ ഉണ്ടായിട്ടുള്ളൂ അവിടെ. എത്ര വർഷം വിദേശത്ത് ഇതുപോലെ ബിസിനസ് നല്ല രീതിയിൽ പോയി? പിന്നീട് പുള്ളി അവിടുന്ന് നിർത്തിപ്പോരാൻ കാരണം എന്തായിരുന്നു? ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 88-ലാണെന്ന് തോന്നുന്നത് സൗദിയിൽ എത്തിയേക്കുന്നത്. കാരണം ഈ 90-ലൊക്കെ വാർ ടൈമിലൊക്കെ പുള്ളി അവിടെ ഉണ്ട്. അങ്ങനെയാണ് പുള്ളി ഈ 30 നമ്പർ ബീഡിയും 30 നമ്പർ ബീഡിയും പിന്നെ വെള്ളമൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കി. അന്നൊന്നും ഒന്നുമില്ല. പുള്ളി ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വന്നാണെന്നാണ് അന്ന് പറഞ്ഞതും ഞാൻ കേട്ടതും. അതിനുശേഷം അപ്പൊ 90-ല് പുള്ളി അവിടെ ഉണ്ട്. അപ്പൊ മിക്കവാറും ഒരു 88-ലൊക്കെ പുള്ളി അവിടെ വന്നിരിക്കണം. അന്നൊരു അത്യാവശ്യം ഒരു ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ബികോമിങ്ങിലും പഠിച്ചിട്ടുണ്ടാവും. പുള്ളി കണക്കിലൊക്കെ വിദഗ്ധനാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും. അറബിയാണെങ്കിൽ ഞങ്ങളുടെ പാവമാണ്, എന്ത് പറഞ്ഞാലും ചെയ്തും. അപ്പൊ എനിക്കൊരു ഷോപ്പ് ഇട്ട് തരാന്ന് പറഞ്ഞാണ് അറബി എൻ്റെ അടുത്ത്. അപ്പൊ അവന് റിയാദിൽ ഷോപ്പിൽ വന്നപ്പോൾ അവിടെ ഒരു ദിവസം വന്ന് എൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചുകൊണ്ടുപോയി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് 2 കോടി തുടങ്ങാം, നീ ഒരെണ്ണം എവിടെയെന്ന് വെച്ചാൽ നോക്കിക്കോ, പൈസയുടെ കാര്യം നോക്കിക്കോന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവൻ പറഞ്ഞു പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല, നീ പൈസ മുടക്കിയാണെങ്കിൽ ഞാൻ നിനക്ക് ഷോപ്പ് ഇട്ട് തരാം.
നീ നടത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊക്കെ അന്ന് അവിടെ ഒന്നെങ്കിൽ അത് വിജയിക്കാറുണ്ട്. 30 വർഷം മുമ്പല്ലേ, ഞാനൊരു 39 വർഷം മുമ്പാണ് സൗദി അറേബ്യയിൽ പോയത്. അതിനുശേഷമാണ് വിജയകുമാറിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു 10-32 കൊല്ലമായി. അറബിക്ക് മാസം ഇയാള് 15,000 റിയാൽ സാലറി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനത്തെ ആളാണ്. അല്ലാതെ അറബിയിൽ പറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ 15 പേരുണ്ട്. അപ്പൊ ഈ 15 പേർക്ക് 15,000 റിയാൽ അറബിക്ക് കൊടുക്കണം എല്ലാ മാസവും. അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് സാധാരണ ഒരു 300-500 റിയാലൊക്കെയാണ് സാധാരണ കിട്ടാറുള്ളൂ. ഇങ്ങനെ അറബികൾ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ സ്വന്തം ഇഷ്ടത്തിൽ ജോലിക്ക് വിടണം. അതിനാണ് ഫ്രീ വിസ എന്ന് പറയുന്നത്. നിയമപരമായി ഒരു ഫ്രീ വിസ ഇല്ല സൗദി അറേബ്യയിൽ. ഈ നിയമത്തിന്റെ മുമ്പിൽ അയാളുടെ കീഴിലെ ജോലിക്കാരനാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് സ്പോൺസർ സൗദി ഉണ്ടാവും. ഇപ്പൊ പിന്നെ നമുക്ക് സ്വന്തം പോയിട്ട് ബിസിനസ് ചെയ്യാം, സ്പോൺസറുടെ ആവശ്യമില്ല. സൗദിയിൽ നിയമമൊക്കെ മാറി. അപ്പൊ അതുകൊണ്ട് സ്വന്തം നിലയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ഞാനിപ്പോ ഒന്നുകൂടി സൗദിയിൽ പോയിരിക്കുന്ന ആളാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അപ്പോ ഇദ്ദേഹം ഞാൻ അറബീനെ പറ്റിച്ചിട്ടൊന്നുമില്ല. അറബീനെ പറ്റിക്കാൻ അവൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അറബി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ 15,000 റിയാൽ എൻ്റെ അടുത്ത് വാങ്ങിച്ചോണ്ട് പോകും. എടാ മുഹമ്മദേ അവിടെ പൈസ ഇരിപ്പുണ്ടാവും, ഒരു 5,000 റിയാൽ എന്ന് അല്ലെങ്കിൽ 3,000 റിയാൽ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ ഞാൻ എടുത്തു കൊടുക്കും. എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, അതെ എന്റെ പാപ്പാടെ അനുജൻ മരിച്ചു, അപ്പൊ അതിന്റെ ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണ്, അപ്പൊ അതിലേക്ക് ചെലവുണ്ട്, ഈ ഒരു 5,000 റിയാൽ കട്ടെന്ന് പറയും. എടുത്തു കൊടുക്കും. ഞാൻ കണക്ക് എഴുതി വയ്ക്കും. ഫഹദ് എന്ന് പറഞ്ഞ അറബിയാണ്. പാവമാണ് ആളിപ്പോ ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. 94-98 ഞാനിവിടെ വർക്ക് ചെയ്തു. 98 ഞാൻ ലീവിന് വന്നിട്ട് പോയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവരെ ഒന്നും ജോർജിനെ തന്നെ ഇപ്പോഴാണ്, അതിനുശേഷം ആരെയും കണ്ടിട്ടില്ല. ഞങ്ങൾ ഇത്രയും പോയവരെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തു. പുള്ളി നല്ല കഠിനാധ്വാനിയായ ഒരു ബിസിനസ്സുകാരൻ, ഷാർപ്പാണ്. അതിനപ്പുറത്തൊന്നുമില്ല. സാലറിയൊക്കെ കറക്റ്റാണ്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, കള്ളത്തരം കാണിച്ചാൽ അയാൾ പിടിച്ചിരിക്കും. അത്ര ഷാർപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.